ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ തന്നെയാണ്. സോ നമ്മളിപ്പോൾ നാട്ടിൽ കുറേ പണികൾ ഉണ്ട്. അമ്മ മീൻ വെട്ടുകയാണ്. പൂച്ച ഉണ്ട്, ഞാൻ പൂച്ചനെ കളിപ്പിക്കുന്നു. കണ്ണാട്ടം പഠിക്കുകയാണ്. അച്ഛൻ ഇവിടെ മറ്റേ മഴയൊക്കെ പെയ്തിരുന്നു, അപ്പോൾ ഞാൻ കാട്ടിത്തരാം. പ്ലസ് അമ്മ ചോറൊക്കെ ഇതാ അമ്മതാ. പിന്നെ നമ്മളെ മീനൊക്കെ മുറിച്ചിട്ടുണ്ട് അമ്മ. കാക്ക തുണിയിലൊക്കെ ഇട്ടിട്ട് മഴ പെയ്തു. ഇത് അമ്മതാ പണിയെടുക്കും. സോ അമ്മതാ ഓരോ പണിയാണ്. സോ ഇത് കണ്ടില്ല, നമ്മുടെ ചോറ് റെഡിയാക്കുന്നു. അമ്മ മീൻ വെക്കുന്നു. അച്ഛൻ അവിടെ എന്തോ ഒരു പണിയിലാണ്, കണ്ണിട്ട് പഠിക്കുന്നു. പിന്നെ ഇത് ഞങ്ങളെ പൂച്ചയാണ്, അതിന് തിന്നാൻ കൊടുക്കലാണ് ഞങ്ങൾക്ക് പണി. ഞങ്ങൾക്കല്ല, എനിക്ക് പണി. ഇത് അച്ഛൻ എന്താ വെച്ചാ ചെയ്യുന്നേ? മഴയല്ലേ കാറ്റടിച്ചിട്ട് വാഴ കണ്ടോ പൊടിഞ്ഞു. ഏതായാലും നമ്മളെല്ലാ ഇലകളും എടുത്ത് കളയും. വെള്ളമില്ല വെള്ളം. ഈ ഇല നമുക്ക് ചോറിനാണ് യൂസ് ചെയ്യാം. രണ്ടുണ്ട് കാര്യം, ഏരിയ വൃത്തിയാവും ചെയ്യും. നമുക്ക് നല്ല ഇലയിൽ ഫുഡ് കഴിക്കും. നാട്ടിലൊക്കെ വരുമ്പോഴല്ലേ ഇലയിൽ ഫുഡ് കഴിക്കാൻ പറ്റും. യെസ്, ഇവിടെ ഉണങ്ങിയ ഇതൊക്കെ നമ്മൾ കത്തിക്കും. പിന്നെ അതാ വെള്ളം വല്ല എന്നാലും മഴ പെയ്താണ്, അതിൻ്റെ വെള്ളം ഇങ്ങനെ പോയുമ്പോൾ വേസ്റ്റ് ആക്കേണ്ട വെച്ചിട്ട് നമ്മളോട് യൂസ് ചെയ്യണം. കഴിച്ച് നമുക്ക് കാണാം അമ്മ എന്താ ചെയ്യുന്നതെന്ന്. കൊഴുവ മീൻ കിട്ടിയിട്ടുണ്ട്. കൊഴുവ മീനിൻ്റെ കറി വയ്ക്കാമെന്ന്. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. അപ്പം മഴ വരുന്നുണ്ട്. വാഴയെല്ലാം ഇന്നലെ നല്ല മഴ പെയ്തു. വല്യമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു. വല്യമ്മേനെ കാണാൻ പോയപ്പോഴേ ഭയങ്കര മഴയായിരുന്നു. അതെ, ഈ 2 ചട്ടിയും ഞാൻ വാങ്ങിച്ചതാണ്. നമ്മളതിനുള്ള വീഡിയോയിലൊക്കെ കാണാം ഈ ചട്ടികൾ. ഇവിടെ ചോറ് ആവുന്നുണ്ട്. ഇത് എൻ്റെ പണിയാണ്, ട്രൈപോഡ് ഇവിടെ വെച്ചത്. ചോറാവുന്നുണ്ട്. അച്ഛവിടെ പണിയിൽ. അവിടെ കാക്കയും പൂച്ചയൊക്കെ ഉണ്ട്. അവർ നമ്മളെ മീൻ വെട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കളയും. അപ്പോൾ പൂച്ചകൾ വന്ന് കഴിക്കാറാണ്. ഞാൻ കാട്ടിത്തരാം പൂച്ചേനെ. ഇതിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണ ഒരു പൂച്ചയുണ്ട്, നല്ല പൂച്ചയാണ്. കാലിലൊക്കെ വന്ന് ഇങ്ങനെ ആവും, നല്ല രസമാണ്. അപ്പോൾ ആ ബ്രൗണിഷ്, ഒരു യെല്ലോ ബ്രൗണിഷ് ആ കളറിലുള്ള പൂച്ചയാണ് ഞങ്ങളുടെ. ഇതിന് ഞങ്ങൾക്ക് അത്ര അറിയില്ല കേട്ടോ. ഇത് മീനിൻ്റെ മണമെന്ന് പറഞ്ഞപ്പോൾ വലുതാണ് കേട്ടോ. ഇത് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നായുണ്ട് ഞങ്ങൾക്ക്. അത് സ്ട്രീറ്റിൽ മീൻസ് ഇവിടെ ഇങ്ങനെ വെറുതെ കറങ്ങുന്നതാണ്. അതിന് നമ്മൾ തിന്നാൻ കൊടുക്കുമ്പോൾ നമ്മളോട് ഫ്രണ്ടാവും. അങ്ങനത്തെ നായുണ്ട് 2 എണ്ണം. ഇതുപോലെ ഫുഡിലാണ്. നമുക്ക് ഇനി അമ്മൂമ്മേൻ്റെ അടുത്തുനിന്ന് പോയേക്കാം. അമ്മൂമ്മ എന്ത് ചെയ്യാൻ നോക്കണ്ടേ? ഇതൊന്നല്ല കേട്ടോ വഴി, ഞങ്ങൾ ഷോർട്ട് കട്ട് അടിച്ച് പിന്നെ കൂടെ വരലാണ്. അമ്മയോട് ചക്ക. ഹായ് ഹായ്. അമ്മ എന്താ ചെയ്യുന്നേ? ഓക്കെ, നമുക്ക് കാണാം ഗൈസ്. അമ്മ എന്താ കറി വെക്കുന്നത്? അമ്മ ഇവിടെ മീൻ തക്കും. മീൻ അമ്മമ്മ എന്താ അമ്മമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലി? അമ്മ ചക്കക്കുരു മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കുക, ചോറ് വയ്ക്കുക, ഒക്കെ തന്നെ. അപ്പോൾ ഉണ്ടാക്കിയ ചക്കക്കുരുൻ്റെ. സോ ഗൈസ്, അപ്പം എല്ലാവരും ഓരോ പണിയിലാണ്. പിന്നെന്താ, അവിടെ നല്ല മഴ ഇനി പെയ്യാൻ പോകുന്നു. നല്ല സുഖം. ഞാൻ വിചാരിച്ച് മഴയത്ത് കുളിക്കാമെന്നാണ്. സോ കുളിക്കണം എന്നൊക്കെയുണ്ട്. അമ്മ ഇപ്പം പറഞ്ഞ് കുളിച്ചോ, പക്ഷെ തലയൊന്നും നനയ്ക്കേണ്ട പറഞ്ഞ്. നോക്കാം, കുളിക്കാൻ പറ്റാൻ കൊണ്ടായിരുന്നു കുളിക്കുമ്പോൾ. എനിക്ക് മഴയത്ത് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ശേഷമുള്ള ഒരിതില്ലേ, അതത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല ഗീസ്, അമ്മമ്മേൻ്റെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചത്തുപോയി. ഇവിടെ ഫുൾ കാക്കകളുടെ ഓരോ ഇതാണ് ഗൈസ്. പൂച്ചയൊക്കെ പോയോ അവിടെ ഉണ്ട്. നമ്മളുടെ ബ്രൗൺ പൂച്ചേനെ വിളിക്കുന്നത് കുഞ്ഞിന്നാണ് കേട്ടോ. കുഞ്ഞി ചെറുതായപ്പോൾ വന്നേ, പക്ഷെ വിളിയും കേൾക്കും. അതുപോലെ ഞാൻ പറഞ്ഞൊരു നായുണ്ട്, അതിലൊരു നായന്, അതിൻ്റെ പേര് ജിമ്മി എന്നാണ്. ആ നായും വിളി കേൾക്കും, പറഞ്ഞൊക്കെ അനുസരിക്കും കേട്ടോ. കുഞ്ഞി ഫുഡിലാണ്ടേ.
അതിനകത്താണ് ഫുള്ള്. രണ്ടുപേരും ഭയങ്കര അടിയായിരുന്നു മീനിന്. ഇപ്പം എന്താ അറിയില്ല, മഴ വരുന്നുണ്ട് ഗൈസ്, മഴ വരുന്നുണ്ട്. അമ്മ അത് അവിടെ നിന്നിട്ട് ചോറ് ഇതാ നമ്മളിവിടെ ആകുന്നുണ്ട്. ഇവിടെ എൻ്റെ പൂച്ച കഴിച്ച് കഴിഞ്ഞ് തോന്നുന്നു. അവൾ വന്നിട്ട് കാട്ടാം. നല്ല കഴിച്ച് നല്ല മഴേൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളിവിടെ തേങ്ങ എണ്ണയൊക്കെ വേണ്ടപ്പോൾ ചേർക്കില്ല, അതാണ് ചെയ്ത് വെച്ചത് അമ്മയും. ഇനി എന്താ വെച്ചാ പണി, നമ്മളെ ചോറ് ഇവിടെ ഉണ്ട്. ചോറ് അടുപ്പിൽ അവിടെ പോയിട്ടില്ല കേട്ടോ. ചേട്ടൻ വന്നു. ഇത് അടുത്ത പൂച്ച. ഇവരെ 3 പേര് ഫാമിലി പോലെയാണ്, എപ്പോൾ കണ്ടാലും കൂടെ കാണാം. ഇതിൻ്റെ പേരൊന്നും ഇല്ല, പക്ഷെ ഞങ്ങളിത് മോഹനാന്ന് വിളിക്കുന്നത്. മോഹനും അതിൻ്റെ അമ്മയും കുട്ടി. മീൻ കഴിച്ച പോയിട്ട് പോ. ഇച്ചിരി പേടിയും പിന്നെ ഇച്ചിരി മറ്റേ ഡോൺ പോലെയാണ്. സ്വന്തത്തിന് ഭയങ്കര വിചാരം. സൂമാവുന്നില്ല. ഇതിനടുത്ത് പോയത് ഓടും കേട്ടോ, അതുകൊണ്ട് ഞാൻ പോണില്ല. സൈഡിൽ കൂടെ പോകാം. ഫുൾ പേടിയാണ് പൂച്ചയ്ക്ക്. കുഞ്ഞിക്ക് എത്ര പേടിയൊന്നുമില്ല. എന്താ സുഖം തോന്നുന്നില്ല എൻ്റെ നോട്ടം. My God. Hello. ഇതുകൊണ്ട് നമ്മളെന്താ ഉണ്ടാക്കാറില്ല അമ്മ? അവൻ്റെ മുല്ല പോവും, അത് പോയരുത്. ഇങ്ങോട്ടേക്ക് വലിച്ചാക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട. അച്ഛനും അമ്മ എന്താ ഫുൾ വെള്ളമായി. അവിടേക്ക് പോയിട്ട് മഴക്കാറ് നല്ലോണം ഉണ്ട്. ഇല്ല, നമ്മളിങ്ങനെ പൂച്ചകൾക്ക് തിന്നാൻ കൊടുക്കണ കൂടെ അങ്ങനെ ഡസ്റ്റ്ബിന്നൊക്കെ ചെയ്യുന്ന സമയത്ത് മീൻ ഞങ്ങൾ വേറെ ആയിട്ട് കൊടുക്കാറ്. അപ്പോൾ ഇത് അമ്മ അവിടെ നിന്ന് എന്തോ കൊടുക്കുന്നുണ്ട്. ഇത് കാക്കിയും പൂച്ചയൊക്കെ വന്ന് കഴിക്കും. നമുക്ക് ഞമ്മൂമ്മ ഉണ്ടാക്കുന്ന എന്താ ചക്കക്കുരു എന്തോ പറഞ്ഞിരുന്നു. പൂച്ചേ അതുകൊണ്ട് ഒരു ഇതുമില്ല, ഫുൾ തീറ്റയിലാണ് അവരൊക്കെ. നോക്കൂ ഗൈസ്, കുഞ്ഞ് കഴിക്കുന്നത് മരത്തേര് ചെറുതായിട്ട് പിന്നെ ഫുൾ നക്കി കഴിക്കുക. അപ്പം ആ വിശന്നിട്ട് വയ്യായിരുന്നു. ഇതുണ്ട് ഗൈസ് കഴിക്കുന്ന ഇതാവളും കഴിക്കുന്നുണ്ട്. കുഞ്ഞിങ്ങനെ പോസൊക്കെ തരും കേട്ടോ. ഇതോള് കഴിക്കുന്നു. ഇവിടെ ഞാൻ അവിടെ കൂർക്കലിൻ്റെ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. ഇതിൽ ഈ കൂർക്കൽ ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഉപ്പേരി എന്ന് പറയില്ലേ, അതുണ്ടാക്കുന്നത്. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഈ വെണ്ണീര്, അതായത് ചാരെന്ന് പറയും. ഇപ്പോഴുള്ള കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ ഈ വളർത്തുണ്ടാക്കുന്ന അതുകൊണ്ട് ഗുണം കുറച്ച് കുറയും. ഉപ്പേരി ഉണ്ടാക്കി ചോറും ഇതിൻ്റെ കൂടെ ഒന്ന് കഴിക്കുക. അപ്പം അമ്മ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറയൂ. എന്തൊക്കെയാ അപ്പം അമ്മ ചെയ്തത്? ഞാൻ ചെയ്തത് പൂക്കലിട്ട് നന്നാക്കി. വേറെ ഒന്നും ചെയ്തില്ല? ചക്കക്കുരു ഒന്നും ചെയ്തില്ല? അതൊക്കെ ചക്കക്കുരുണ്ട്.
ഹലോ. ആ ഇതെന്താ ചെയ്യുന്നേ? ഇത് അമ്മമ്മ കുരുമുളക് പറിച്ചിട്ട് മുഴുവൻ പറിച്ചില്ലേന് മോളെ. അപ്പം അങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇപ്പം മഴ ചെയ്തപ്പം വീണ്, മഴ ഇല്ലാത്തപ്പം വീഴും. അപ്പം ഇതിൽ തന്നെ നന്നാക്കുന്നത്. എന്താ അമ്മ നന്നാക്കുന്നേ? കൂർക്കല്. ഈ വർഷത്തെ കാലാവസ്ഥ ഭയങ്കര, തീരെ വെള്ളമില്ല. ഞങ്ങളെന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ പഞ്ചായത്തിൽ നിന്ന് പിന്നെ വെള്ളം കൊണ്ടുവരും. അത് 3-4 ദിവസം കൊണ്ടുവരുമ്പോൾ ഒരു 200 ലിറ്റർ വെള്ളമാണ് കിട്ടുക. കിണർ ഈ ചുറ്റുവട്ടത്ത് എല്ലാവർക്കും കിണറില്ല, ഞങ്ങൾക്കല്ലാത്തവർക്ക് എല്ലാവർക്കും. പക്ഷെ ഒരു കിണറ്റിലും വെള്ളമില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. കാരണം ഇപ്പോഴത്തെ പ്രകൃതിയെ ഉപദ്രവിച്ചും കൊണ്ടുള്ള ജീവിതമാണ് എല്ലാവരും. ഒരു മരം മുറിക്കുമ്പോൾ ഒരു മരം നടണം എന്നാണ് പറയാറ്. പക്ഷെ ഇവിടെ ഒരു മരമല്ല, പറമ്പിലുള്ള മുഴുവൻ മരം മുറിച്ചാലും ഒരു മരം നടുന്നില്ല. അമ്മമ്മ ഇനി എന്താ ചെയ്ത? അതാണ് ഞാൻ ഫുള്ളിങ്ങനെ. ഇത് അടുക്കളേൻ്റെ ബാക്കിൽ ഷീറ്റ് ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നേ. മഴവെള്ളം വീണപ്പോൾ അപ്പോൾ അതൊന്ന് എവിടെയോ പൊട്ടിപ്പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി കെട്ടുക ചേട്ടൻ. പിന്നെ അത് ആ സമയം അപ്പോഴത്തേക്കാണ് വെള്ളം ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളക്കാരൻ വന്ന് വെള്ളം മുകളിലേക്ക് ടാങ്കിലേക്ക് അടിച്ച് കയറ്റി. അപ്പോൾ പുറത്തു കൂടെ ഉള്ളിൽ കൂടെ കോണിയില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ആ വെള്ളം എന്നിട്ട് മുകളിലേക്ക് അടിച്ച് കയറ്റി. അപ്പോൾ അത് അമ്മ രാത്രിയായപ്പോൾ അമ്മ ചപ്പാത്തി ചുടുക കേട്ടോ. ഞാൻ ഇതേമാതിരി ചുടുന്നത് കണ്ടിട്ടുണ്ടേ. മോളാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. മോള് കുറേ ഷേക്കായിട്ട് അതൊക്കെ ആയി എടുത്തിട്ടുണ്ട് കേട്ടോ. അവൾ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്, എടുത്തതാണ്. എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു. അപ്പോൾ ഇതാ ഞാൻ ചുടുന്ന പോലെ തന്നെയാണ് അമ്മയും ചപ്പാത്തി ചുടാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കേട്ടോ.